DNDJ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബർത്ത്ഡേ ബേബി ഇവിടെ ഉണ്ടെന്ന് വന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പറ. അവിടെ നോക്കിയേ, അവിടെ നോക്കിയേ ബേബി. അങ്ങനെയല്ല, ഇങ്ങനെ തിരിച്ചു. വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. വാ, ഈ പില്ലോയിൽ കയറി ഇരുന്നേ. വാ വാ, ഇവിടെ വാ. പൊന്നിന്റെ പുറത്ത് ഇങ്ങനെ വാ. ഓക്കെ, ഇതിൽ കയറിയിരുന്നോ, ഇതിൽ കയറിയിരുന്നോ. ഓക്കെ, ആ ഉദിക്ക്. അയ്യോ ഒന്നുമില്ല. ആ ഉദിക്ക്. ഒന്നും കൂടെ, ഒന്നും കൂടെ. ആ മുറിച്ച് കേക്ക് മുറിച്ച്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വീണ്ടും വന്നേ. അവിടെ ഒരു ഹായ് പറഞ്ഞു. ഹായ്. ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ധ്രുവിക്കുട്ടന്റെ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേഷന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. രാവിലെ തന്നെ ധ്രുവിക്കുട്ടന് എണീക്കുന്ന സമയത്ത് ഒരു കേക്ക് കൊടുക്കണം എന്നുള്ളത് വിഷ്ണുവേട്ടന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ആളെവിടെ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം, വിഷ്ണുവേട്ടൻ നല്ല പനിയായിട്ട് കിടപ്പായിരുന്നു. ഏട്ടന് വലിയ ആഗ്രഹമായിരുന്നു അവൻ എണീക്കുന്ന സമയത്ത് തന്നെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കേക്കൊക്കെ കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ആൾക്ക് വയ്യാതെ ഇങ്ങനെ കിടന്നത് കൊണ്ട് ഞാൻ വേറൊരെണ്ണം അറേഞ്ച് ചെയ്തു. അങ്ങനെ ധ്രുവിക്കുട്ടിനെ കാണിച്ചാണ് കേട്ടോ ആദ്യം നിങ്ങൾ കണ്ടത്. പിന്നെ അവൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഇവിടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ രാവിലെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് അന്നത്തെ ദിവസം അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഏട്ടൻ ഇങ്ങനെ വയ്യാതെ കിടന്നതുകൊണ്ട് ഞങ്ങളുടെ യാതൊരുവിധ പ്ലാനിങ്ങും നടന്നില്ല. സോ അവൻ്റെ കൂടെ കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അവൻ്റെ കൂടെ മാത്രമായിട്ട് കുറച്ച് സമയം നമുക്ക് അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടാറില്ലല്ലോ. കുഞ്ഞിൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് കളിക്കുക, അല്ലെങ്കിൽ അവനെ എൻഗേജ്ഡ് ആക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മളും ഇൻവോൾവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും പോസിബിൾ അല്ല. പിന്നെ നമ്മുടെ ബർത്ത്ഡേ കുട്ടനെ കുളിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ഇരുത്തി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാനും ഏട്ടനും കൂടെ ഹോസ്പിറ്റലിലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആൾക്ക് നല്ല പനിയായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ പാതിരപ്പള്ളിയിൽ തന്നെയുള്ള ശ്രീകുമാർ ഡോക്ടറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ പോയി കുറേ അധിക സമയം ഞങ്ങൾ പോസ്റ്റ് ആയിരുന്നു. കാരണം നേരത്തെ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഏട്ടൻ കുറച്ചെങ്കിലും ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നന്നായിട്ട് ആഘോഷിക്കാം എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. പക്ഷേ അവിടുന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതേ ഡിസ്പ്ലേയിൽ നോക്കിയാൽ കാണാൻ പറ്റും 1:55 ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിയോട് അടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് തന്നെ ഏകദേശം നല്ല സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിൽ വെച്ചിട്ടല്ല സെലിബ്രേറ്റ് ചെയ്യുന്നത്, പുറത്തു പോയിട്ടാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോകാനുള്ള കുറച്ചധികം സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുത്ത് വെക്കണമായിരുന്നു. പക്ഷെ ഒന്നും അങ്ങനെ കറക്റ്റായിട്ടൊരു ടൈമിൽ നടന്നില്ല. പിന്നെ കുഞ്ഞുറക്കമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവൻ എണീറ്റ സമയത്ത് ഭയങ്കര വാശിയും കരച്ചിലും ഒക്കെ ആയിരുന്നു. പിന്നെ അവനെയും റെഡിയാക്കി ഏട്ടനൊക്കെ ഒന്ന് ഒരുവിധം ഓക്കെ ആയിക്ക് വന്ന് റെഡിയായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചധികം ലേറ്റായി കേട്ടോ. എൻ്റെ കസിൻസിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വഴി ചെന്നിട്ട് അവരെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബർത്ത്ഡേ പാർട്ടി നടത്താമെന്ന് വിചാരിച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത്. അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെയും കുറച്ച് താമസിച്ചിരുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്ന ടൈം 5 to 8 o'clock ആയിരുന്നു. പക്ഷെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരുപാട് കോൾസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോൾ എത്തും എന്ന് ചോദിച്ചിട്ട്. പിന്നെ കേക്കൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്കാണ് എൻ്റെ ഫ്രണ്ട് ശിവയുടെ വീട്ടിൽ നിന്ന് കേക്ക് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോയത്. പിന്നെ ആ വഴിക്ക് തന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കുഞ്ഞിന് ക്യാപ്പും പിന്നെ അതേപോലെ കുറച്ച് ആക്സസറീസും കൂടെ ഞങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിൽ കയറി അതും എല്ലാം വാങ്ങിച്ചു.
ഇതെല്ലാം വാങ്ങി ബർത്ത്ഡേയുടെ ബലൂണും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ബെയ്റൂട്ടിലേക്ക് എത്തിയപ്പോൾ ഏകദേശം നല്ല സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ്സ് ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹാളിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ ആകെ വല്ലാണ്ടായത്. കാരണം നമ്മൾ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് അവിടെ ചെന്നിട്ട് എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നുണ്ടോ, അതും അല്ലെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പേഴ്സൺ, അങ്ങനെ ആരെങ്കിലും ഒന്ന് വന്ന് നമ്മളുടെ അടുത്തൊന്ന് അന്വേഷിക്കണ്ടേ? ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിന്നു. നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു, കേക്ക് കട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ റിസപ്ഷനിലുള്ള ആരെങ്കിലും ഒന്ന് നമ്മളുടെ അടുത്തൊന്ന് ചോദിക്കണ്ടേ? ഒന്നും ഉണ്ടായില്ല. ഇതൊക്കെ ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഫൈനലി ആ റിസപ്ഷന്റെ തന്നെ ഏരിയയിൽ പോയി നിന്നിട്ട് ഞങ്ങൾ കുഞ്ഞിന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ നമുക്ക് വന്നു കേട്ടോ. ഇത് ഏതാ ലൊക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ആലപ്പുഴയിലുള്ള ബെയ്റൂട്ട് ബിസ്ട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തതൊക്കെയാണ്, പക്ഷേ എന്താണെന്നറിയില്ല, അവരുടെ കസ്റ്റമർ സർവീസ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു. ഞങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾ എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ ഇത്രയും ആൾക്കാർ കൂടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്നുകൊണ്ട് ഈ കുട്ടിയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതെന്ന്. എനിക്കാണെങ്കിൽ അത് ഭയങ്കര വിഷമമായി പോയി. നമുക്കൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഏരിയ, അറ്റ്ലീസ്റ്റ് ആ ബുക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലോട്ട് നമുക്കൊന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവിടെ നിന്നെങ്കിലും കുഞ്ഞിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അതിന് ഒന്നും ഒരു സൗകര്യമില്ല. ആരോട് അന്വേഷിക്കേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അവിടെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ചെന്ന് നിൽക്കുകയായിരുന്നു. അത് ഭയങ്കര ഒരു മോശം അനുഭവമായി പോയി. ഞങ്ങൾ വീട്ടിലായിരുന്ന സമയം തുടങ്ങിയിട്ട് അവിടുന്ന് കുറേ കോൾസ് ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. പക്ഷെ പോകുന്ന വഴിക്ക് വന്ന കോളിൽ ഒരെണ്ണം ഞാനാണ് അറ്റൻഡ് ചെയ്തത്. അത് എനിക്ക് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ നെഗറ്റീവ് അടിച്ചു തുടങ്ങി. കാരണം ഭയങ്കര റൂഡായിട്ട് അവർ സംസാരിക്കുന്ന കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആകെ മൊത്തത്തിൽ ഡൗൺ ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓൾറെഡി വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ആയിപ്പോയി. പക്ഷേ അവിടെ ചെന്നിട്ടാണെങ്കിലും വല്ലാണ്ട് ഭയങ്കര ബോറായിപ്പോയി അവിടുത്തെ ഒരു കസ്റ്റമർ സർവീസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അവർക്ക് 8 മണിക്ക് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കേക്ക് കട്ട് ചെയ്ത് മാറണം, എന്നിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയിൽ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഡിലേ ആക്കണ്ട എന്ന് കരുതി ഞങ്ങളായിട്ട് തന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യിച്ചു. പിന്നെ ബലൂൺസും അതേപോലെ കുറച്ചധികം ആക്സസറീസൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അതിനൊന്നും നമുക്ക് നടന്നില്ല. ബലൂൺസൊക്കെ തന്നെയാണെങ്കിൽ കുട്ടികളൊക്കെ കുറേ വീർപ്പിച്ചത് അത് അവിടെ എവിടെയൊക്കെ ആയിട്ട് ചുമ്മാ ഇടേണ്ടി വന്നു. ഒന്നും തന്നെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പോലുമുള്ളൊരു ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായില്ല. അപ്പം നമുക്ക് വേറെ ഒന്നും വേണ്ട, പക്ഷേ ആ കേക്കെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇവരൊന്ന് റെഡിയാക്കി തരുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ് അവിടെ ചെന്നത്. പക്ഷേ അത് ചുമ്മാ അവിടെ കൊണ്ട് വെച്ച് മെൽറ്റാക്കാം എന്നല്ലാതെ വേറെ ആരും നമ്മളുടെ അടുത്തൊന്ന് വന്ന് സംസാരിക്കുക പോലും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങളിതൊക്കെ ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരാൾ നമ്മളോട് വന്ന് സംസാരിക്കുന്നത്. ലാസ്റ്റ് അവിടെ എന്തോ ഒരു മിററൊക്കെ പൊട്ടിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലെ ഡൈനിങ് ഏരിയയിൽ വെച്ചിട്ട് മാത്രമേ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ഇതുവരെ നേരത്തെ നമ്മൾ ഇൻഫോം ചെയ്യണമായിരുന്നു, കാരണം തലേ ദിവസം നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ അടുത്ത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലേസ് ചേഞ്ച് ചെയ്ത് വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തേനെ. പക്ഷേ ഇത് അവരായിട്ട് നമ്മളെ ഇൻഫോം ചെയ്യാതെ നമ്മൾ അവിടെ ചെന്ന് എല്ലാം റെഡിയാക്കി ഈ ബലൂൺസും എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് അവിടെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്.
പിന്നെ ഫൈനലി ഞങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങൾ ആ ഒരു ഹാളിൽ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി. എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. എന്താ പറയുക, കേക്കൊക്കെ എടുത്ത് വയ്ക്കുന്നു. പിന്നെ ബലൂൺസ് ഒന്നും കോർത്തൊന്നും അവിടെ ഹാങ് ചെയ്തിടാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. കേക്കൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത വല്ലാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി. ബർത്ത്ഡേയുടെ ആ ഒരു മൂഡ് കംപ്ലീറ്റ് അങ്ങ് സ്പോയിൽ ചെയ്തു എന്ന് വേണം പറയാൻ ഇവരുടെ ഒരു കസ്റ്റമർ സർവീസ്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഞാൻ ആ കേക്കിൽ സെക്കൻഡ് ബർത്ത്ഡേയുടെ ക്യാൻഡിൽ വെച്ചിട്ട് അതുവരെ അടർന്ന് താഴെ പോയിട്ടുണ്ടായിരുന്നു. അത്രയും മെൽറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ കേക്ക്. പിന്നെ ഞങ്ങൾ ആകെ കൺഫ്യൂഷനായത് അടുത്ത നമ്മുടെ നമ്പർ എഴുതിയിട്ടുള്ള ആ ഒരു ബലൂണില്ലേ, അതെവിടെ പ്ലേസ് ചെയ്യും എന്നുള്ളതായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു അറേഞ്ച്മെൻറ്റിന് അവരും കൂടെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇത് പക്ഷേ എന്തോ ആരെയും അവിടെ കണ്ടതുപോലും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ 3rd വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പുന്നപ്രയിലുള്ള ബിയാങ്കോ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു കസ്റ്റമർ സർവീസിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞങ്ങൾ ഇത്തവണ ഇവിടെ പോയത്. പക്ഷേ അത് കംപ്ലീറ്റ് ഇവരായിട്ട് തന്നെ സ്പോയിൽ ചെയ്തു എന്ന് വേണം പറയാൻ. നമുക്ക് അങ്ങനെ യാതൊരുവിധ സപ്പോർട്ടും ഇവിടുന്ന് കിട്ടിയെന്ന് മാത്രമല്ല, നമ്മളവിടെ ചെന്നിട്ടുണ്ടെന്നുള്ളൊരു രീതിയിൽ പോലും നമ്മളെ ആരും തന്നെ അവിടെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലായിരുന്നു. ഫൈനലി ഞങ്ങളായിട്ട് തന്നെ ഒരു ഐഡിയ കണ്ടുപിടിച്ച് അവിടെ ആ ബലൂൺ അങ്ങ് പ്ലേസ് ചെയ്ത് വെച്ചു കേട്ടോ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ആരോടും ചോദിക്കാൻ പോലും അവിടെ ആരും തന്നെ ഉണ്ടായില്ല. അങ്ങനെ നമ്മളിത് കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ ശിവക്കുട്ടൻ റെഡിയാക്കി തന്നിട്ടുള്ള ഒരു സൂപ്പർ കേക്കാണ് കേട്ടോ ധ്രുവിക്കുട്ടിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത്. അവൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ കളർ തീമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഭയങ്കര സിമ്പിൾ ബട്ട് ക്യൂട്ടായിട്ടുള്ളൊരു കേക്കാണ് ഞാൻ അവളെ കൊണ്ട് ചെയ്യിച്ചത്. ഇനി
അങ്ങനെ ഞങ്ങളുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു കേട്ടോ. കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ശരിക്കും അവർ നമുക്ക് പാട്ടൊക്കെ വെച്ച് തരും എന്നൊക്കെയാണ് ബുക്ക് ചെയ്യുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ യാതൊന്നും അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായില്ല. ഞങ്ങൾക്ക് ആരും പാട്ടൊന്നും വെച്ച് തന്നില്ല. പിന്നെ കട്ട് ചെയ്ത് കേക്കിൻ്റെ ബാലൻസ് എല്ലാം ഞങ്ങൾ കൊണ്ടുപോയി പാക്ക് ചെയ്ത് വണ്ടിയിലൊക്കെ വെച്ചു. ഇനി ഫുഡ് കഴിക്കാനുള്ള ഏരിയയിലേക്ക് പോകണം. അവിടെ ഇനി എന്താകുമെന്ന് കണ്ടറിയാം എന്നുള്ളൊരു ഭാവത്തിൽ തന്നെയാണ് ഞങ്ങൾ കുട്ടികളെ എല്ലാവരും കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് അടുത്ത ട്വിസ്റ്റ് മനസ്സിലായത്. കുട്ടികളെ എല്ലാവരെയും ഇരുത്തി ഞങ്ങളുടെ പാരൻസൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും വിഷ്ണുവേട്ടനും ഇരിക്കാനുള്ള സീറ്റില്ല. ഇത്രയും പേർക്കുള്ള ഫുഡൊക്കെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ അവിടെ ചെന്നത്. പക്ഷേ എന്നാലും അവർ സെർവ് ചെയ്തത് ഒരു ആവറേജ് ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ഞങ്ങൾ എന്തൊക്കെയോ ശരിക്കും പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അവിടെ പോയത്. അവിടുത്തെ ഫുഡിനെ പറ്റിയാണെങ്കിലും നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നല്ല ഫുഡൊക്കെയാണെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഞങ്ങൾ കഴിച്ചത് വെച്ചിട്ട് ഞങ്ങൾക്ക് പറയാമല്ലോ, വെറും ആവറേജ് ഫുഡായിരുന്നു. എനിക്കാണെങ്കിൽ ഇത്രയും കുട്ടികളൊക്കെ ആയിട്ട് പോയതല്ലേ, അപ്പോൾ കുട്ടികളായിക്കോട്ടെ പാരൻസ് ആയിക്കോട്ടെ അവർക്കൊക്കെ നല്ല ഫുഡ് കൊടുക്കണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണല്ലോ നമ്മൾ ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റൊക്കെ ചൂസ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എനിക്ക് വിഷ്ണുവേട്ടനും ആകെ വല്ലാണ്ട് വിഷമമായിപ്പോയി.
ധ്രുവിക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾക്ക് ആ ദിവസം തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സെക്കൻഡ് ബർത്ത്ഡേ ഞങ്ങൾക്ക് ആ ഒരു ഡേറ്റിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ഇങ്ങനെയും ആയിപ്പോയി. എന്ത് പറയാനാ, ഞാൻ ഇനി ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല ബെയ്റൂട്ട് ബിസ്ട്രോ എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റ്. അവരുടെ സർവീസും അവരുടെ ഫുഡും ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവർ നമ്മുടെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളിലേക്കും ഞങ്ങൾ സെറ്റാക്കി വണ്ടിയിലേക്ക് കയറ്റി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും വീടുകളിൽ കൊണ്ടെത്തിക്കണം. അങ്ങനെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ ധ്രുവിക്കുട്ടിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ. ലൈഫിൽ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഈ ചാനലിലൂടെ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബർത്ത്ഡേ ബോയുടെ വക ബൈ ബൈ.